the sum of first 10 terms of an AP. An AP ആണ് കേട്ടോ. An AP is 4 times the sum of its first 5 terms. Then a ratio of first term and common difference is. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അതായത് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്, അതായത് S10 അല്ലേ, S10 എന്ന് പറയുന്നത് 4 ടൈംസ് സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 5 ടേംസ്, അതായത് S5. S10 ഈക്വൽ ടു 4S5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും തമ്മിലുള്ള റേഷ്യോ, ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടത്. അതായത് A/D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താണ് S10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? S10 ഈക്വൽ ടു SN ഈക്വൽ ടു N/2. ഇത് നിങ്ങൾക്ക് അറിയണം. N/2 ഇൻറ്റു 2A പ്ലസ് N-1 ഇൻറ്റു D ആണ് ഏതെന്ന് പറയുന്നത്, SN എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ S10 എന്ത് വരും? 10/2 ഇൻറ്റു 2A എന്ന് 2A പ്ലസ് N-1 എന്ന് പറഞ്ഞാൽ 9D ഈക്വൽ ടു 4 ഇൻറ്റു S5ന് എന്ത് എഴുതാം? 5/2 ഇൻറ്റു അല്ലേ 2A പ്ലസ് 4D അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? 10/2 5 ആണ്. അപ്പൊ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്യാം. 4/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 2A പ്ലസ് 9D ഈക്വൽ ടു 2 ഇൻറ്റു 2A എന്ത് വരും? 4A പ്ലസ് 2 ഇൻറ്റു 4D 8D. അപ്പൊ ഇനി എന്താ ചെയ്യാം? എനെ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഈ എ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 4A മൈനസ് 2A ആയി. അപ്പൊ 2A ഈക്വൽ ടു എന്തെന്ന് വരും? 9D മൈനസ് 8D, അതായത് D. അപ്പൊ A/D എന്ന് പറയുന്നത് ഏതായിട്ട് വരും? A/D എന്ന് പറയുന്നത് 1/2 ആയിട്ട് വരും. അപ്പൊ ഏതാണ് റേഷ്യോ? 1/2 എന്നുള്ളതാണ് റേഷ്യോ. താങ്ക് യു.